വെച്ചെങ്കിലും ചേട്ടൻ്റെ പേർക്ക് അതൊന്നും കുടിക്കാനൊന്നും എൻ്റെ ഈ പെടലിക്ക് ഒരു വേദന വന്നു. എന്നിട്ട് എനിക്ക് പെടൽ ഇങ്ങനെ അനക്കുമ്പോൾ ആ ഞരമ്പ് ഇങ്ങനെ വന്നിട്ട് അവിടെ വേദനയായിരുന്നു. മണ്ണം കിട്ടുന്നത് ഈ കാറിനകത്തിരിക്കുമ്പോൾ മാത്രം. എന്തൊരു തമാശ. അല്ല സത്യം. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ യാത്രയിലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ചേട്ടനെ ഒന്ന് നേരാവണ്ണം കിട്ടുന്നത് ഈ കാറിനകത്തിരിക്കുമ്പോ മാത്രം. എന്തൊരു തമാശ. അല്ല സത്യമാണ്. കാരണം എന്താണെന്നറിയാവോ, ഞാൻ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഓടുന്ന സമയത്ത് എന്ന് വെച്ചാല് ചേട്ടൻ കോഴിക്കോട്ടിലും ആട്ടുംകൂട്ടിലുമായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ, കാറിനകത്ത് വെച്ച ചേട്ടനെ സത്യത്തിൽ കാണാറുള്ളൂ. അടുത്തുണ്ടല്ലോ, അടുത്തോണ്ടെന്ന് പറഞ്ഞ് കാണുന്നില്ലല്ലോ. ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ അതിലും അങ്ങോട്ട് വരണം, ഇച്ചിരി കഴിയുമ്പോ ഇതിൽ ഇങ്ങനെ വരണം, ഇച്ചിരി കഴിയുമ്പോ 2 കാല് കാണാം കോഴിക്കോട്ടിന്റെ അവിടെ. ചേട്ടനെ കണ്ടുപിടിക്കണത് അങ്ങനെയാ. കാലവിടെ ഇങ്ങനെ നിൽപ്പുണ്ടാവും. ഇല്ല, മൊബൈലൊക്കെ എവിടെയെങ്കിലൊക്കെ കൊണ്ടിട്ടേക്കുമായിരിക്കും. അതിന് യാതൊരു വിധ ഉത്തരവാദിത്വം ഇല്ല. എന്നിട്ട് ചേട്ടന്റെ ഫോൺ എവിടെയെന്ന് അറിയണമെങ്കിൽ നമ്മള് ബെല്ലടിച്ച് നോക്കണം എവിടെ ഇരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ചേട്ടനെ എനിക്കിന്ന് രാവിലെ ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ വന്നാലും ചേട്ടന് കോഴിക്കോട്ടിലും ആട്ടുംകൂട്ടിലൊക്കെ തന്നെയാണ്. ഇച്ചിരി നേരം ചേട്ടനെ കാണെങ്കിൽ പിന്നെ ചാച്ചന്റെ അടുത്ത് പോയിരിക്കുമ്പോഴാണ്. അത് പിന്നെ ചാച്ചന്റെ അടുത്ത് പോയാൽ പിന്നെ ചാച്ചന്റെ അടുത്തുനിന്ന് ചേട്ടൻ മാറാറില്ല. നമ്മള് പോരാൻ നേരത്ത് മാത്രമേ അവിടെ നിന്നും ചേട്ടൻ എണീക്കാറുള്ളൂ. അപ്പൊ ചേട്ടനെ കാണും. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്താഴവും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കും. പിന്നെ ഉറങ്ങണോടെ വരെ ചേട്ടൻ ചിലപ്പോ മൊബൈലൊക്കെ നോക്കി കിടക്കും. ഉറക്കം വരുമ്പോ മൊബൈലൊക്കെ എടുത്ത് മാറ്റും. അപ്പൊ ഞാൻ സത്യത്തിൽ ചേട്ടനെ കാണാറുണ്ടോ? ഇപ്പൊ എനിക്ക് ചേട്ടനെ ഒന്ന് നേരാവണ്ണം കാണാൻ അവസരം തന്ന ആൻസ് കുട്ടനോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം അവനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോവാ. ഒരു പ്ലേറ്റും എടുത്ത് ബാഗിനകത്തിട്ട് നേരെ പോണ്ട്. സ്കൂളിൽ ഒന്ന് കഞ്ഞി കിട്ടും, ഉച്ചക്കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോണത്. ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോണത്. അവൻ രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. ഉച്ച കഴിഞ്ഞ് നടക്കാൻ പോണേ. ഇംഗ്ലീഷിന്റെ ബുക്കൊക്കെ എല്ലാം എടുത്തിട്ടേക്കണേ. ഉറപ്പാണോ? അല്ല, അവന്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. അവർക്ക് മുൻകൂട്ടി ഒന്നും പ്രവചിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളും ചേട്ടനെ ശരിക്കൊന്ന് കണ്ടോട്ടോ. അതുകൊണ്ടാണ് എന്റെ പല വീഡിയോയിലും ചേട്ടനെ കാണാതെ പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചേട്ടനെ എവിടെയാന്ന് ചേട്ടന് പോലും അറിയാൻ പാടില്ലായിരിക്കും. ആ ചേട്ടൻ ഓൺ അടിച്ചപ്പോ ആ ചേട്ടൻ അറിയോ? ചേട്ടൻ ഏത് പേര്? ആണോ? വീടിന്റെ പേരും കിട്ടി, മയിൽ വീട്. മയിൽ വീട്, മയിൽ വാഹനം എന്നൊക്കെ പറയും പോലെ. ദർശനം. ഞാൻ ഈ ബസ്സിന്റെ പേര് ദർശനാന്ന് ഓർത്തോണ്ടിരുന്നേ. പൂജ ഞാൻ ഇപ്പഴാ കണ്ടത്. ഈ നടപ്പെല്ലാം നടന്നത്. അപ്പോൾ നമ്മള് കരിമണ്ണൂർ എത്തിയിട്ടുണ്ട്. എന്നാ അത് ഞാൻ രാവിലെ ഓർത്തായിരുന്നു. പിന്നെ നീ അതിന്റെ പുറകെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ വൈകുന്നേരം വരുള്ളൂ. ഞാനതിന് ശരിയാക്കി തന്നെ ഒരു കുഴപ്പമില്ല. തൊണ്ട് വെച്ചേക്കാം അവിടെ. ഇപ്പൊ പറഞ്ഞു സന്തോഷം. എടാ, അപ്പൊ നാളെ സ്വാതന്ത്ര്യ ദിനത്തിന് നീ അങ്ങോട്ട് പോവാടാ? SPCയുടെ എന്തോ പ്രോഗ്രാം ഉണ്ട് നാളെ. പോകുന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞില്ലല്ലോ. നാളെ പോകുന്ന ഓഗസ്റ്റ് 5 പോകുന്ന കാര്യത്തെ കുറിച്ച് വല്ല പരേഡ് എന്തേലും തൊടുപുഴ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും കാണുമായിരിക്കും. യൂണിഫോം കിട്ടിയില്ല. ഇല്ലില്ല. ഇന്നിപ്പോ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാരോടും ഗ്രൗണ്ടിൽ ഒന്നിച്ചു കൂടാനാ പറഞ്ഞിരിക്കുന്നത്. നീ ഇപ്പൊ ഉച്ചക്കഞ്ഞി ഇല്ലെങ്കി അവിടെ പട്ടിണി ഇരുന്നു കേട്ടാ. മനസ്സിലായില്ല. ആണോ? ആൻസ് പഠിച്ചോ? മൊത്തം എല്ലാം പഠിച്ചോ?
പഠിച്ചോ? ഇംഗ്ലീഷ് ആട്ടോ ഇന്ന്. ഫുൾ മാർക്ക് കിട്ടുവോ? നോക്കട്ടെ. വേഗം എഴുതിക്കോളണം കേട്ടോ. നീ എഴുത്തിലും നീ ഇച്ചിരി സ്ലോ ആയിരുന്നു. മലയാളമാണോ സ്ലോയാ? മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മണിക്കൂർ ഇല്ലായിരുന്നോ? എന്താ അതിനാ? നീ എഴുതിയ മൊത്തം എല്ലാ ആൻസറും ചെയ്യാൻ? എല്ലാ ആൻസറും ചെയ്യാൻ സമയമൊക്കെ കിട്ടിയോ നിനക്ക്? അതെ, പുറത്തേക്ക് പിള്ളേരെ ഇറക്കി വിടൂല. ഒരാ ക്ലാസ്സിൽ കയറിയിട്ട് പോകാം. ഒരാ ക്ലാസ്സിലേക്ക് കയറണം എന്ന് കാണണം. അല്ല പിന്നെ ഇതേ ഗാന്ധിജിയുടെ തൊട്ട് പുറകിലെ മുകളിലത്തെ നിലയില് വാതില് കണ്ടോ? ഫസ്റ്റ് ഫ്ലോറിൽ ഏറ്റവും മുകളില്. അതെ, ഗ്രൗണ്ട് ഫ്ലോർ അല്ല, ഫസ്റ്റ് ഫ്ലോറില്, രണ്ടാം നില. നമ്മളൊക്കെ രണ്ടാം നില എന്ന് പറയൂലേ പണ്ട്. ഇതിലുണ്ട്. ദേ മൂലേക്കടയുണ്ട്, ദേ മൂലേക്കടയുണ്ട്, ഈ മൂലേക്കടയുണ്ട്. 4 സ്റ്റെപ്പ് ഉണ്ട്. ഇന്ന് വേറെ ഓരോ ക്ലാസ്സുകളും പരീക്ഷയില്ലേ? ഇവൻ എതിലെ പോയേ? ഈ മൂലേക്കടയാ? അവന്റെ ക്ലാസ്സിൽ ചിലപ്പോ പരീക്ഷ നടക്കുമായിരിക്കുമല്ലോ, രാവിലത്തെ പരീക്ഷ. അതേ പോണവൻ ഓടിയാ പോണ. ഇല്ലെങ്കി അവൻ തിരിച്ചിങ്ങ് വന്നോളൂ. എന്നുവെച്ചാ ഈ ട്രെയിനിങ് ടീച്ചറാ ക്ലാസ് വെച്ചേക്കണതേ. അല്ലസറിന്ന് വന്നേക്കുന്ന ടീച്ചിങ് ട്രെയിനിങ്, TTC. അവനവിടെ കണ്ട് കയറിയെന്ന് തോന്നൂല്ലേ? അവനെ ആ ക്ലാസ്സിൽ കയറിയെന്ന് തോന്നുന്നു. എന്നാ പോകാം. ഇതാണ് ആൻസൂട്ടിൻ്റെ സ്കൂൾ കേട്ടോ. സെൻറ്റ് ജോസഫ്. ആൻസിൻ്റെ മാമോദിസ പേരാണ്. അപ്പം നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആ നീര് പോയില്ല ചേട്ടാ, പക്ഷെ ഇങ്ങോട്ടുള്ള ഒരു വേദന പോയി. ഇന്നലെ അങ്ങനെ വെച്ച് കിടന്നോണ്ടാ ഇങ്ങനെ ആൾക്കാർ വലിയ വലിയ വരൂല്ലോ. എന്റെ ഈ പെടലിക്ക് ഒരു വേദന വന്നു. എന്നിട്ട് എനിക്ക് പെടൽ ഇങ്ങനെ അനക്കുമ്പോ ആ ഞരമ്പ് ഇങ്ങനെ വന്നിട്ട് അവിടെ വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ എനിക്ക് ഇങ്ങോട്ടുള്ള വേദന പോയിട്ടില്ല. അറ്റാക്കല്ല, അത് ഇടത് സൈഡില്ല. ആ പിന്നെ എനിക്ക് പേടിയില്ല. അറ്റാക്ക് വന്ന് വീണാ പിന്നെ എന്നെ വീട്ടിൽ കിടത്തേക്കൊന്നുമില്ല, ആശുപത്രി കൊണ്ടുപോകില്ല, കുത്തൂലേ. അതെനിക്ക് പേടിയുണ്ട്. വീട്ടിൽ കിടത്തേക്കാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ആശുപത്രി പോയി കുത്തുവെക്കാന്ന് എന്നെ കൊണ്ടൊക്കെ വയ്യ. എനിക്ക് വയ്യാന്ന് വെച്ചാൽ എനിക്ക് വയ്യ. ആ പരിപാടി എനിക്ക് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പുഞ്ചപ്പാടം കൊയ്തു മെതിച്ചും കഴിഞ്ഞല്ലോ. ഒരു മനുഷ്യനില്ല ടൗണിലല്ലേ? അത് പറയാനാണോ? നാളെ ഓർത്ത് എന്നത്തിന് ഒമ്പാരാന്ന്. അതാരാ വീടാ ചേട്ടാ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണേ? അതാ ആ തൊടുപുഴ കണ്ണാടി വെച്ച പെങ്കൊച്ചില്ലേ, അത് വാടകയ്ക്ക് താമസിക്കുന്നത്. അത് വാടക വീടാണോ? തെക്കേരത്തെ വേവിച്ചേട്ടന്റെ വീടാണ്. അപ്പൊ അവരില്ല അവിടെ? അവരിപ്പുറത്തെ വീടുണ്ട്. പുള്ളി ഇവിടെ വന്ന് ദത്ത് നിൽക്കണേണ് പുള്ളിയുടെ വീട്. അത് നല്ല ടൗണിൽ തന്നെ, ടൗണോട്ട് ബന്ധപ്പെടാതെ ഇച്ചിരി ഇറങ്ങിയിരിക്കുന്ന വീട്. അത് സുഖച്ചേട്ടൻ പോണോക്കി. ചേട്ടൻ വണ്ടി ഒന്നും ഓടിക്കൂല്ലേ ചേട്ടാ? കാർ ഓടിക്കും. ഓ
പോവാ. എന്താ ചേട്ടാ വണ്ടിയൊന്നും എടുക്കാറൊന്നുമില്ല. ഞങ്ങളുടെ മെമ്പറാണ് കേട്ടോ പോയത്. ചാച്ചൻ പറയണോ ഞങ്ങളുടെ മെമ്പർ നല്ല സൂപ്പർ മെമ്പറാണ്, നിങ്ങളുടെ മെമ്പർ എങ്ങനെയുണ്ടെന്ന്. മീശതാടിയൊക്കെ കളയും. ഇനി വരുമ്പോ നിങ്ങൾ മീശതാടിയും കാണൂല, ചിലപ്പോ എന്നെ പോലും കാണൂല എന്നിട്ട് പറയണ. ചാച്ചനപ്പോ ഭയങ്കര കോമഡി. ചാച്ചന്റെ കോമഡി ചേട്ടനും കിട്ടിയിട്ടുണ്ട്. ചേട്ടനും കിട്ടിയിട്ടുണ്ട്. ചേട്ടനും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്ന് പറയൂല്ലോ. ജോസേട്ടൻ പറയാറുണ്ടല്ലോ. വിൻസെന്റ് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കോമഡി പറയും. പെയ്യും. അയ്യോ ഇനി ഓണായി, ഇനി ഓരോ കടക്കാരനെ പരസ്യമായിട്ട് ഇറങ്ങും വണ്ടികൾ പറയും. ശരിയാ, ക്രിസ്മസിനേക്കാളൊക്കെ ഓഫർ കൂടുതൽ ഓണം. പിന്നെ ഈസ്റ്ററിനുണ്ട് ഇച്ചിരി പരസ്യം. ഈസ്റ്റർ വിഷു ഒക്കെ അടുത്തടുത്തല്ലോ തന്നെ. അപ്പൊ അങ്ങനെ ക്രിസ്മസ് അങ്ങനെ വലിയ പരസ്യം. ഞങ്ങളുടെ നാട് കണ്ടോ? ഇതാണ് സുഹൃത്തുക്കളെ തൊടുപുഴ. ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗമാണ്, പക്ഷേ എറണാകുളം ജില്ലയോട് ചേർന്ന് കിടക്കുന്നതുമാണ്. തൊടുപുഴ മലയോര മേഖലയൊന്നുമല്ല. അവിടെ ഏതാണ്ട് കെട്ടിയുണ്ടാക്കണത്. മഴക്കാറുണ്ട്, എന്നാ മേഘങ്ങളും ഉണ്ട്. ഇന്നലെയൊക്കെ എന്ത് മഴയായിരുന്നു പകല്. ഇങ്ങോട്ട് പെയ്തോ പകല്? അന്നേരം ചേട്ടനാ ഇവിടെ വീട്ടിൽ ഇരുന്നോ? കോഴിക്കോട്ടിനകത്തായിരുന്നു. നേരിപ്പോ ബോക്സ് കിട്ടുമായിരിക്കും. മീഷോയില് ഓർഡർ ചെയ്ത്, ആമസോണിലൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 19-ാം തീയതി പറഞ്ഞേക്കുന്നത്. പക്ഷെ മലയാളത്തിന്റെ ബുക്സ് ഒന്നും കണ്ടില്ല. UGC പുലരിപ്പാടം പുഞ്ച വിതച്ചും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നണല്ലേ. ഇങ്ങനെ നമ്മുടെ വീട് ഇങ്ങനെ വീട്ടിലേക്കുള്ള വഴി ത്രൂ ഔട്ട്. പള്ളി കഴിഞ്ഞല്ല ചേട്ടാ, അമ്പലത്തിൽ കഴിഞ്ഞ. അതെ, നമുക്കാണ് ഈ തവണ ഓണത്തിനിടാൻ പൂവും കുറവാ. ഈ കഴിഞ്ഞ വർഷം കുറെ ബന്ദിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ ബന്ദിയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. 2 ഫോട്ടോസാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ഫോട്ടോസ് കാണിക്കാമെന്ന്. ഇത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്ത് തന്നതാണ്. ഫ്രെയിമൊക്കെ ഇട്ട് തന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രെയിമാണ്. എത്ര തവണ ഇത് താഴെ പോയിന്നറിയാവോ? ഈ പ്രാണിയുടെ കുഞ്ഞ് കയറി മറിച്ചിട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നമുക്കത് കിട്ടി. ഇതിലെ ആദ്യത്തെ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ വെച്ചെടുത്തൊരു ഫോട്ടോയായത്. അതുപോലെ തന്നെ സെൽഫിയാണ്, എല്ലാം സെൽഫിയാണ്. ഇതാണെങ്കിൽ നമ്മൾ ഹിൽ പാലസിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ സ്വീറ്റ് മെമ്മറീസൊക്കെയാണ്. ഇതുപോലെയൊക്കെ ഫ്രെയിം ചെയ്തൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ. നടുക്കൊരു ഫ്ലവർ വേസും കൂടെ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ എപ്പോഴും ഞാൻ കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെ, അതുകൊണ്ട് ഞാനൊരു ഫ്ലവർ വേസ് ഇവിടെ വെക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ രൂപങ്ങളുടെയൊക്കെ താഴെയായിട്ട് വേറൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുത്തത് തൊമ്മൻകുത്ത് വാട്ടർഫോൾസിൽ പോയപ്പം എടുത്തൊരു ഫോട്ടോയാണ്. കണ്ടോ, പുറകിൽ വെള്ളമൊക്കെ കാണുന്നുണ്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്? ഇതും സെൽഫിയാണ് കേട്ടോ. ഈ പ്രാണിയുടെ ശല്യം കാരണേ തുറന്നതാണെന്ന് പറഞ്ഞു. കുഞ്ഞിറങ്ങിപ്പോയായിരുന്നു. പൊക്കോ. അപ്പോൾ ഇതും സെൽഫി ആയിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ് കേട്ടോ. നമ്മുടെ മറ്റൊരു നല്ലൊരു നിമിഷം, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലിങ്ങനെ ഇതും ഒത്തിരി താഴെ പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഫ്രെയിമൊന്നും പോയിട്ടില്ല.
പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വെച്ചിരിക്കുന്നൊരു ഫോട്ടോയാണ് കേട്ടോ. ഈ പുറകെ കാണുന്നത് എന്താണെന്നറിയാവോ? കുറവന്മല കുറത്തിമലയൊക്കെയാണ്. അല്ല ഇത് അവിടെ വെച്ചെടുത്തല്ല കേട്ടോ, സോറി. അതെന്ത് സോറി അളിയ, ഇത് നമ്മുടെ ഉപ്പുകുന്നാണ് കേട്ടോ. ഉപ്പുകുന്നി എടുത്താണ്. നമ്മൾ ഇടുക്കി പോയപ്പോൾ ഉപ്പുകുന്നിൽ നിന്ന് എടുത്താണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് ഫോൺ ഗാലറി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നോടൊരു കുറച്ച് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത ഫോട്ടോസിൽ ഒരു ഫോട്ടോയാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മുടിയൊക്കെ പുറകിലേക്ക് കെട്ടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതും. വലിച്ചൊന്നും എല്ലാം കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒത്തിരി പേരുണ്ട് പുറകിലേക്ക് മുടി വലിച്ചു കെട്ടലേ. സത്യമാണ് കേട്ടോ. എനിക്ക് ഇത്രയും നെറ്റിയൊന്നും ഉണ്ടായിരുന്നില്ലേ. എനിക്കിവിടെ നെറ്റ് കുറവായിരുന്നു പണ്ട്. പക്ഷേ ഇവിടെ മുമ്പിൽ മുടി പണ്ടേ ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെയുള്ള നെറ്റിയെല്ലാം എനിക്ക് കയറിപ്പോയി. ഇപ്പം മുടിയാണെങ്കിലും കുറേ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടെടുത്തൊരു ഫോട്ടോ ആയത്. ഉപ്പുകുന്നാണ്. ഉപ്പുകുന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. നമ്മൾ ഇടുക്കിക്കൊക്കെ പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇത് ആൻസൂട്ടൻ്റെ ഒരു കലാവിരുതാണ് ഇരിക്കുന്നത്. ആൻസൂട്ടൻ്റെ കലാവിരുതാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു കുപ്പി കൊണ്ടുവന്ന് അതിനകത്തേക്കൊക്കെ കൊണ്ട് സ്പ്രേ കുപ്പിയൊക്കെയാണ്. പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ചേട്ടൻ്റെ ഗ്യാപ്പ്, ചേട്ടൻ്റെ കുട, ചേട്ടൻ്റെ ടേപ്പ്. ഈ സത്യത്തിൽ ഈ 2 ഫ്ലവേഴ്സ് അങ്ങാറ്റത്ത് ഇങ്ങാറ്റത്തും വെച്ച് ഞാനിവിടെ എല്ലാം ക്ലീനാക്കി വെച്ചാൽ. പക്ഷേ ചേട്ടൻ ഇതിലാണ്ട് വാരിക്കൂട്ടി വെച്ചു. ചേട്ടൻ്റെ വാച്ച് എല്ലാം ഉണ്ട് ഇവിടെ. അത് സെല്ലോ ടേപ്പിൻ്റെ പിന്നെ തീർന്ന് കാലിക്കുപ്പി വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോ ചെയ്യാനാന്ന് പറയും. പിന്നെയുള്ള ഫോട്ടോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് അൻസൂട്ടൻ്റെ ബർത്ത്ഡേക്ക് അല്ലത്തെ ആദ്യ കുർബാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതിൻ്റെ നേരെ മുകളിലൊരു ക്ലോക്ക്, അതും അവന് ഗിഫ്റ്റ് കിട്ടിയത്. അവന് ഗിഫ്റ്റ് കിട്ടിയ കാര്യങ്ങൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഈ ഫ്ലവർ വേസ് ആൻസിന് ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ആ ഒരു മെഴുകുതിരി കണ്ടോ, അത് ആൻസൂട്ടൻ്റെ ആദ്യ കുർബാനയുടെ മെഴുകുതിരിയാണ്. ആൻസൂട്ടൻ്റെ ആദ്യ കുർബാനയുടെ മെഴുകുതിരിയാണ്. പിന്നെ ഈ 2 ഫോട്ടോസ് ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബൈബിളും കുറേ നമ്മുടെ ദൈവങ്ങളും മാതാവും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നു. ഇതെനിക്കൊരു സോഫി ചേച്ചി തന്നതാണ്, ചേട്ടൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള മറ്റു രൂപങ്ങളും ഫോട്ടോസും ഒക്കെ കേട്ടോ. ഞാൻ ഇത്ര ഇതായിട്ട് ഇത് കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുതലക്കുടത്ത് മുത്തപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മുതലക്കുടത്ത് മുത്തപ്പൻ എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. പിന്നെ അത് കൃപാസനത്തിൽ നമ്മളൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കാനല്ല, നമ്മൾ ജസ്റ്റ് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയത്. കൃപാസനം ചെറുപ്പം മുതലേ കൃപാസനം ഇങ്ങനെ മാസികകളും പത്രങ്ങളും അതൊക്കെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കാണണം എന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ പോയതാണ് കൃപാസനത്തിൽ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഈ ഒരു രൂപം. പിന്നെ മാതാവല്ലേ, പിന്നെ ഈ മാതാവ് നമ്മുടെ വീട്ടിലെ മാതാവ്. പിന്നെ ഒരു ഫ്ലവർ വൈസ്. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ആൻസൂട്ടൻ വൈകുന്നേരം ലേറ്റായിട്ടേ വരത്തുള്ളൂ. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞ് പിന്നെ SPCയുടെ എന്തോ മീറ്റിംഗ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടേ വരത്തുള്ളൂ. ചേട്ടൻ ബിസിയായി. ചേട്ടൻ അതും ഇതൊക്കെ നോക്കാൻ പോയി. ആട്, കോഴി, താറാവ് പുല്ല് വെട്ടിക്കൊണ്ട് വന്നു. പിന്നെ അതിന് ശേഷം ഇനി കുറച്ച് വാഴച്ചുണ്ട് എന്തോ ഒടിച്ചിട്ടിട്ടുണ്ട്, അതെടുത്തുകൊണ്ടൊന്ന് കോഴിക്ക് അരിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് അതെടുക്കാൻ പോകും. ഞാൻ ചായ എടുത്ത് വെച്ചെങ്കിലും ചേട്ടൻ്റെ പേർക്ക് അതൊന്നും കുടിക്കാനൊന്നും വരത്തില്ല. ഇപ്പം എന്നെപ്പോലെ തന്നെ ചായയൊക്കെ തണുത്ത് പോകും. അവിടെ എടുത്ത് വെക്കാനിപ്പം പറഞ്ഞതാണ്, പക്ഷേ ചേട്ടൻ പോയി എന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇരിക്കാണ്ട്. പിന്നെ കുറേ പേരെല്ലാം ഇന്നലെ വന്നൊരു കമൻറ്റ് ഭയങ്കര സന്തോഷം തോന്നി. മനസ്സൊത്തിരി വേദനിച്ചിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പം അതിൽ നിന്നൊരു പെയിൻ റിലീഫാണെന്നൊക്കെ. അതൊക്കെ അതിന് മാത്രം എന്താ ഞാൻ ചിന്തിച്ചു, എൻ്റെ വീഡിയോയ്ക്കകത്ത് എന്താ ഇതിന് മാത്രം സംഭവം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടോ. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് ആകാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പം ഒരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഞാനങ്ങനെ മനസ്സിലങ്ങനെ വ്യക്തി വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കും ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ എല്ലാവരുടെ മുന്നിലേക്കൊക്കെ വരാനും പറ്റുന്നത്. വ്യക്തി വൈരാഗ്യമൊന്നും ഒരിക്കലും മനസ്സിൽ വെക്കില്ല. പക്ഷേ ഓരോരുത്തരെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചൊരു ധാരണ എൻ്റെ മനസ്സിൽ രൂപം കൊള്ളും. ആ ധാരണ ഒരു കാലത്ത് മാറത്തുമില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ഇപ്പം വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ വേദനകളെ ഓർത്ത് ഞാനിങ്ങനെ അധികം ദുഃഖിക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ അത് ഓർത്ത് അവരോട് ദേഷ്യപ്പെട്ടിരിക്കാറൊന്നുമില്ല. പക്ഷേ ആ അനുഭവം ഞാൻ ഒരിക്കലും മറക്കാറില്ല. മറന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ അബദ്ധത്തിലേക്ക് പോയി ചാടി അതൊരു വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി പിന്നെ നമ്മൾ തന്നെ വീണ്ടും ഇരുന്ന് പോകേണ്ട വരും. ആ അവസ്ഥ ഞാൻ ഒരു കാരണവശാലും സൃഷ്ടിക്കത്തില്ല. പിന്നെ ആരെയും ഞാനിങ്ങനെ പിടിച്ചു വെക്കാറൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നിർബന്ധമായും വേണം. എനിക്കതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാനൊന്നും, പഠിച്ചു വന്നതിലോ ഇതുവരെ പഠിച്ചതിൽ നിന്നൊന്നും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാനൊന്നുമില്ല. ഫ്രണ്ട്സിൻ്റെ എവർഗ്രീൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ
ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാനൊന്നുമില്ല. ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. അതിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയാനും അങ്ങനെ. പിന്നെ എൻ്റെ ഞാൻ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ എല്ലാ ദുഃഖത്തിലും കൂടെ നിന്നൊരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പം അത് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം അല്ലേ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ എന്നിലേക്ക് പിടിച്ച് വെച്ച ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ വേറെ ആളോട് മിണ്ടുന്ന സെൽഫിഷ് ആകുന്നൊരു അവസ്ഥയൊക്കെ. എനിക്കതായാലും അങ്ങനത്തെ അവസ്ഥ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഞാൻ ഒന്നിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ നിരാശപ്പെട്ട് നടക്കാറില്ല. പിന്നെ അവസരങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വലിയ ചാൻസിന് വേണ്ടിയോ അങ്ങനെ പിടിവലി കൂടാറില്ല. അല്ലെങ്കിൽ എൻ്റെ പേരുകൾ ഇന്നിടത്തൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ മുൻപന്തിയിലേക്കൊന്നും ചാടി കയറാറില്ല. ഞാനുള്ളത് കൊണ്ട് തൃപ്തയാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് വരാനുള്ളതൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ തേടി കണ്ടുപിടിക്കണം കേട്ടോ. അതൊന്നും ഒരിക്കലും നമ്മളിലേക്ക് സ്വയം വന്നെത്തത്തൊന്നുമില്ല. അത് നമ്മൾ അന്വേഷിച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ, പിടിച്ചു വാങ്ങലുകൾ അല്ലെങ്കിൽ മുൻപന്തി കയറി സ്ഥാനത്ത് നിൽക്കൽ, അങ്ങനെയുള്ള സ്വഭാവമൊന്നും എനിക്കില്ല. അതൊക്കെ എൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ സ്വയം കരുതുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറാറില്ല. പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു അതവിടെ തീർന്നു. പിന്നെ ആരോടും ഞാൻ അങ്ങനെ വെറുപ്പും വിദ്വേഷമൊന്നും വെച്ച് നടക്കാറൊന്നുമില്ല. പറയാനുള്ളത് മുഖത്തൊക്കെ പറഞ്ഞിരിക്കും, അത് വേറെ കാര്യം. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് വ്യക്തിവൈരാഗ്യം അങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതും ആരുടെ മുഖത്ത് നോക്കാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ നമുക്ക് തലകുനിക്കാത്ത അവസ്ഥയൊക്കെ വരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. നമുക്കങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറമെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ നേരെ നോക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് തോന്നത്തുള്ളൂ. അങ്ങനെയേയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്ര എനർജറ്റിക് ആയിട്ട് ഇത്ര ഹാപ്പി ആയിട്ടൊക്കെ വരുന്നതും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പം അതാണ്. അയ്യോ, എനിക്ക് തിരിയുമ്പോഴെല്ലാം ഇവിടെ വേദന ഇടയ്ക്ക് ഇങ്ങനെ ഞൊട്ട ഓടിയുന്നുണ്ട്. എന്നൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. തല വെച്ച് കിടന്നതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ റെസ്റ്റ് ഇൻ പീസ് ആയെന്നിരിക്കും. പിന്നെ എല്ലാവരും റെസ്റ്റ് ഇൻ പീസ് എന്നും പറഞ്ഞ് പോസ്റ്റ് ഇടേണ്ടവരും. അതിന് മുമ്പേ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ ആരോഗ്യം, എൻ്റെ സന്തോഷം എനിക്ക് വലുത്. എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.